ഹലോ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഹോം ഗാർഡനിൽ സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്പൈഡർ പ്ലാന്റിൽ വൈറ്റ് കളറിലുള്ള ഫ്ലവർ ഉണ്ടായതിന് ശേഷം ഇതുപോലെ ചെറിയ പപ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മാറ്റി നടുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു പ്ലാന്റായിട്ട് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതിൽ നിന്നുണ്ടായിട്ടുള്ള ചെറിയ പപ്സാണിത്. ഇതിൻ്റെ ഈ റൂട്ടുകൾ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ റൂട്ട്സും കൂടെ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി ഒന്ന് വലുതായി കഴിയുമ്പോൾ നമ്മളിതൊന്ന് മാറ്റി നട്ട് കൊടുക്കുക. ഈ കിട്ടുന്ന ഓരോ ബേബി പ്ലാന്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോട്ട് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ ഗ്രോ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിയ പ്ലാന്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ ഒരു സ്പൈഡർ പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ബേബി പ്ലാന്റ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ റേറ്റ് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിലുള്ളതെല്ലാം വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അത് നമ്മൾ ഒരു ഷൂട്ടിന് 45 രൂപയായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ഹോം ഗാർഡൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും, ഇപ്പോൾ സ്പൈഡർ പ്ലാന്റ് മാത്രമല്ല മറ്റു പല വെറൈറ്റിയിലുള്ള പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ള പ്ലാന്റ് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്ത് വാങ്ങാം കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പ്ലാൻസിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തിടാം. പ്ലാൻസ് കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ.